ഹലോ ഹായ് എല്ലാവർക്കും മൈ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റും നമുക്ക് പുതുതായിട്ട് വന്ന പ്രോഡക്റ്റും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ വീഡിയോസും ഞാൻ കുറേശ്ശെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അതിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ എനിക്ക് ഒട്ടുമിക്ക പ്രോഡക്റ്റിൻ്റെയും റേറ്റ് ഞാനിതിൽ പറയുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും റേറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാനതിൻ്റെ റേറ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ. ഇതിന് ഒരു പീസിന് വന്നിട്ട് 10 രൂപയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ ഇത് 10 പീസിലൊക്കെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രോഡക്റ്റിനും അതുപോലെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 പീസിൽ കൂടുതൽ എടുക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസ് വന്നിട്ട് 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഓർഗാൻസ ഫ്ലവറാണ് കേട്ടോ. ഇത് ഡബിൾ ലെയറാണ് വരുന്നത്. അപ്പോൾ ഇത് ബിഗ് സൈസാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇത് ഫ്രോക്കിലും വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡിലും കൂടെ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഓർഗാൻസ ഫ്ലവറാണ്. ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വാഷബിൾ ഫ്ലവറാണ് കേട്ടോ. ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് കളറൊന്നും ഫെയ്ഡ് ആവത്തില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇത്രയും കളേഴ്സാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പീസിന് 30 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓർഗാൻസ ഫ്ലവർ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് വന്നിട്ട് 30 രൂപയാണ് പെർ പീസ് വരുന്നത്. ഇത് ടിയാര മേക്കിംഗ് ഫ്ലവറാണ്. ടിയാരയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്ലവറാണ്. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഈ ഫ്ലവറൊക്കെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു ബഞ്ചായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ബഞ്ചിൽ ഒരു 6 ഫ്ലവേഴ്സ് കാണും. 6 ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഒരു ബഞ്ചിൽ. അപ്പോൾ ഈ ഒരു ബഞ്ചിന് റേറ്റ് വരുന്നത് 55 രൂപയാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തത് ഒരു ഫ്ലവറാണ് കേട്ടോ. ഇത് നല്ല ഫാബ്രിക്സിൽ വരുന്നതാണ്. ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റും കൂടുതലാണ്. ഇതൊരു ഫ്ലവർ വന്നിട്ട് 25 ആണ് കേട്ടോ വരുന്നത്. ഒരു ഫ്ലവറിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതും ഡ്രസ്സിലൊക്കെ വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഡ്രസ്സിലും ഹെയർ ക്ലിപ്സിലും ഹെയർ ബോയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതും ഒരു ബഞ്ച് ഫ്ലവറാണ് കേട്ടോ. ഇതും ഒരു ബഞ്ച് ഫ്ലവറാണ്. നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ. ഇതിലും വരുന്നത് ഒരു 6 ഫ്ലവേഴ്സാണ് വരുന്നത് ഒരു ബഞ്ചിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റും സെയിം ആണ് കേട്ടോ. 55 ആണ് ഒരു ബഞ്ചിൻ്റെ റേറ്റ് വരുന്നത്. ഇതും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തത് സ്വീക്വൻസ് ബോയ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഡ്രസ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ. ഇതൊക്കെ വാഷബിളാണ്. സ്വീക്വൻസ് ഒന്നും ഇളകുന്ന ടൈപ്പൊന്നുമല്ല. ഇതിലിപ്പോൾ 2 ഷെയ്ഡ്സാണുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പീസ് 10 രൂപയാണ് കേട്ടോ. 5 പീസിന് 50 രൂപ. അപ്പോൾ ഒരു പീസാണ് വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അടുത്തത് സ്വീക്വൻസ് ഫ്ലവറാണ് കേട്ടോ. ഇത് സ്പോഞ്ച് ടൈപ്പാണ് വരുന്നത്. നേരത്തെ കാണിച്ച ബോയുടെ അതേ മെറ്റീരിയലാണ് കേട്ടോ. ഷേപ്സ് മാത്രമേ മാറ്റമുള്ളൂ. ഇത് ഫ്ലവർ ഷേപ്പ് എന്നേ ഉള്ളൂ. അപ്പോൾ സ്പോഞ്ചാണ്. നമുക്കിത് വാഷ് ചെയ്തൊക്കെ എടുക്കാം. അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്കിത് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പെട്ടെന്ന് സീക്വൻസ് ഒന്നും ഇളകുന്നതല്ല. ബാക്ക് സൈഡൊക്കെ സ്പോഞ്ചാണ്. അതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. റീയൂസബിളാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ക്ലിപ്പിലോ ബോയിലോ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിലും ഇത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഡ്രസ്സിൽ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് സ്വീക്കൻസ് ബോയ് ആണ്. ഇത് ഒരു പീസ് വന്നിട്ട് 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ വയ്ക്കാൻ പറ്റിയ മോഡലാണ് കേട്ടോ. ഫ്രോക്സിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് ഹെഡ് ബാൻഡ് പാച്ചസ് എന്ന് പറയും കേട്ടോ. ഇത് ഡബിൾ ലെയറിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഹെയർ ബോയ്ക്ക് മാത്രമല്ല, നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഫ്രോക്കിലൊക്കെ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മളതിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഫ്രോക്കിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഹെയർ ബോയും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റായിരിക്കും. നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഇനി ഞാൻ പുതിയതായിട്ട് ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലെതർ ഷീറ്റാണ്. ചങ്കി ലെതർ ഷീറ്റ് എന്ന് പറയും. ഇത് ഭയങ്കര ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ഇപ്പോഴും ഇതിൻ്റെ ഹെയർ ബോയ്ക്കും ഹെയർ ക്ലിപ്സിനും നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഹെയർ ബോയും ഹെയർ ക്ലിപ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒത്തിരി മോഡൽസ് ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഷീറ്റ് വന്നിട്ട് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഗ്ലിറ്ററൊന്നും ഇളകുന്നത് അങ്ങനെയൊന്നുമല്ല. നല്ല കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ. A4 ഷീറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് സ്ക്രാച്ച് ചെയ്താലും ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകുന്നൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഇത്രയും ഷെയ്ഡ്സാണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി കളേഴ്സൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കളറല്ല, ഇത് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്ലാക്ക് ഓക്കെയാണ്. ബ്ലാക്ക് അത് നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മറ്റുള്ള കളേഴ്സൊക്കെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഈ കളർ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അടുത്തതൊക്കെ ഏകദേശം കളറ് ഏകദേശമൊക്കെ സെയിമാണ്. ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഷീറ്റുകളാണ്. റെഡ് ഒരല്പം കൂടെ മെറൂണിഷ് പോലെ, നമുക്ക് മെറൂൺ കളർ പോലെയാണ് ഇരിക്കുന്നത്. ലെതർ ഷീറ്റ് വേറെ മോഡൽസ് ഒത്തിരി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷേ ചങ്കി ലെതർ ഷീറ്റിൻ്റെ ഇത്ര ഷെയ്ഡ്സേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.